ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് നല്ല ഫീവറായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഓക്കെ ആയിട്ടുണ്ട്. എനിവേ അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കമൻസൊക്കെ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റ് ആവാൻ എന്ത് ചെയ്യണം, അതുപോലെ ഗ്ലാസ് സ്കിന്ന് കിട്ടാൻ എന്ത് ചെയ്യണം, റിങ്കിൾസ് കുറച്ച് 60-65 പ്രായമുണ്ട്, റിങ്കിൾസിനെയൊക്കെ നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിനും ഒരു റിപ്ലൈ ആയിട്ടാണ് ഇന്നൊരു ഹോം മെയ്ഡ് പാക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്ലാസ് സ്കിൻ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആ ഗ്ലാസ് സ്കിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഏത് ടൈപ്പ് സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം കൊറിയക്കാരുടെ ആ ഒരു സ്കിൻ കണ്ട് അല്ലെങ്കിൽ കൊറിയൻ ബ്യൂട്ടി ആണ് ശരിക്കും ഗ്ലാസ് സ്കിൻ ലുക്ക് എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ നമ്മുടെ സ്കിന്നിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ആദ്യം മനസ്സിലാക്കുക, ഒരു കാരണവശാലും നമുക്ക് 100% കൊറിയൻ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ബിക്കോസ് നമ്മൾ അവരുടെ ഒരു സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് അവരെടുക്കുന്ന ഫുഡ്, അവരുടെ ക്ലൈമറ്റ്, അവരുടെ ജെനറ്റിക് ഓൾസോ, ജെനറ്റിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് എല്ലാറ്റിനും ബേസ് ചെയ്തിട്ടാണ് അവർ ആ ഒരു ടൈപ്പ് ഓഫ് ഫുഡും പ്ലസ് ആ ഒരു ടൈപ്പ് ഓഫ് സ്കിൻ ട്രീറ്റ്മെൻറ്റും സ്കിൻ കെയർ റൊട്ടീനാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് ഓക്കെയാണ്. ബട്ട് നമുക്ക് അതേ ഒരു ടെക്സ്ചർ വേണമെന്നല്ല, പക്ഷെ നമ്മളുടെ സ്കിൻ ടോണ് അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചർ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് നമ്മളുടെ സ്കിന്നിലുണ്ടാവുന്ന അൺഈവൺ സ്കിൻ ടോണ് മാറ്റിയെടുക്കാൻ പറ്റും, നമ്മുടെ സ്കിൻ ഒന്നും കൂടെ ബ്രൈറ്റ് ആക്കാൻ പറ്റും, പിഗ്മെൻറ്റേഷൻ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതുപോലെ ചെയ്യാം. അങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവുകയും നല്ല ഗ്ലോ കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടിയാൽ തന്നെ നമുക്കറിയാം ആ ഒരു ഗ്ലാസ് ടെക്സ്ചർ വന്നിട്ടുണ്ടാവും, മനസ്സിലായോ. അപ്പോൾ അല്ലാതെ നമുക്ക് ഒരിക്കലും കൊറിയക്കാരുടെ പോലത്തെ ഒരു ഫേസ് ഒരിക്കലും ആഗ്രഹിക്കരുത്. അവരുടെ ഫേസിലുള്ള ഫീച്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും അവരുടെ കണ്ണ്, ഐബ്രോ, അതുപോലെ തന്നെ നോസ്, ലിപ്പ്, ഇതെല്ലാം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു ഫീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെയാണ് നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത പോലെയുള്ള ഇങ്ങോട്ടേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് 100% അതൊരു ട്രൂ ആണ്. ബട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കിക്കൊണ്ടും ഗ്ലോ ആക്കിക്കൊണ്ടും നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഹോം മെയ്ഡ് റെസിപ്പീസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് വളരെ സൂപ്പർബായിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, എപ്പോഴും നമ്മൾ ഒരുപാട് സിറം യൂസ് ചെയ്യുന്നവരാണ്. സ്കിൻ കെയറിന് വേണ്ടി പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ എല്ലാവരും തന്നെ സ്കിൻ കെയർ റൊട്ടീൻ ഭയങ്കര പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ സ്കിന്നിൽ ആ ഒരു ടെക്സ്ചറെല്ലാം തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ കുറേ പേർക്ക് അതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ചിലവർക്ക് പുറത്തുനിന്ന് എന്ത് മേടിച്ച് ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട്, ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ കുറേ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം, സ്കിൻ പെട്ടെന്ന് വെളുക്കണം. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു സംഭവത്തിനോ ഒന്നിനും തന്നെ ഞാൻ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇൻസ്റ്റൻ്റായിട്ട് ഫെയർ ആവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. ഇൻസ്റ്റൻറ്റ് ഫെയർനെസ് ക്രീമുകളോ ബ്രൈറ്റ്നസ് ക്രീമുകളോ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഒരു പ്രൊഡക്റ്റും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാറില്ല. ബട്ട് നമ്മൾ നാച്ചുറലായിട്ട് നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ അതിൽ നമുക്കറിയാം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് കൊറിയൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ കൊറിയക്കാരുടെ ആ ഒരു സ്കിൻ ടെക്സ്ചർ അല്ലെങ്കിൽ അവരുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈസ് എന്നുള്ളത് അല്ലേ. റൈസ് ഇല്ലാതെ ഒരു പരിപാടി അവിടെ ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റൈസിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. റൈസ് വാട്ടറിനായിക്കോട്ടെ, റൈസിനായിക്കോട്ടെ. നമുക്കറിയാം ഫുഡ് കഴിക്കാൻ മാത്രമല്ല, നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാർബാണ്, ഭയങ്കര ഫാറ്റ് ആവുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ റൈസിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം റൈസ് വാട്ടർ ടോണറായിട്ട്
ആയിട്ട് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിൽ തന്നെ പല പല രീതിയിലുള്ള റൈസ് വാട്ടർ ടോണർ അവൈലബിൾ ആണ്, മോയ്സ്ചറൈസർ അവൈലബിൾ ആണ്, നമുക്ക് അതുപോലെ തന്നെ കൊളോജിനകത്ത് നമുക്ക് റൈസിൻ്റെ കണ്ടൻറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റൈസ് മിക്സ് ചെയ്ത് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, വീട്ടിൽ തന്നെ നമുക്കൊരു പാക്കായിട്ട് ചെയ്താലോ. പിന്നെ പാക്ക് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, എന്നോട് ഒരുപാട് പേര് ഏത് പ്രായത്തിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക, ഒരിക്കലും കുഞ്ഞു പിള്ളേർക്കൊന്നും ഒരു 12-13 വയസ്സിലൊന്നും കൊടുക്കരുത്. ബേബി സ്കിന്നാണ്. സ്കിൻ മെച്ചോർഡ് ആവണമെങ്കിൽ ഒരു 16 വയസ്സെങ്കിലും കഴിയും, അപ്പോൾ മുതലേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അത് മൈൻഡിൽ എപ്പോഴും പാരൻസ് വെക്കേണ്ട ഒരു കാര്യം, എസ്പെഷ്യലി അമ്മമാർ വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ കൂടാതെ എന്നോട് ചോദിക്കാറുണ്ട് 60-65 വയസ്സായ റിങ്കിൾസൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും 100% ശരിയാവും. കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കുക, ഒന്നും ശരിയാവാത്തതായിട്ട് ഒന്നും തന്നെ നമ്മൾ എഫേർട്ട് ഇട്ടാൽ, നമ്മളൊരു 10% എഫേർട്ട് കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു 10% റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മളൊരു 20 കൊടുക്കുന്നുണ്ടെങ്കിൽ 20 കിട്ടും. അപ്പോൾ നമ്മളൊരു 100% കൊടുക്കാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും എന്ന് വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ വിശ്വസിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും അതിന് റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഹോം മെയ്ഡ് റെസിപ്പി എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, റൈസാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് എപ്പോഴും നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളം, ഞാൻ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒഴിച്ച് കളയുന്ന റൈസ് വാട്ടർ, അതായത് നമുക്ക് എന്താ പറയുക കഞ്ഞിവെള്ളം, അത് നമുക്ക് ഒരു ദിവസം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൂപ്പർബായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അത് നിങ്ങളെടുത്തിട്ട് ഫേസിലേക്ക് നല്ല പോലെ ഒരു എന്താ പറയുന്ന ഒരു 5 to 10 minutes ഡെയിലി നമ്മൾ മസാജ് ചെയ്ത്, ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു ജസ്റ്റ് ഒരു ക്ലെൻസിങ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. മസാജ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള, അതായത് ഒരുപാട് ഡേർട്സിനെ മാറ്റിയെടുക്കാൻ പറ്റും, ടാൻ കുറേയൊക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് റൈസ് സ്കിന്നെ പെട്ടെന്നൊന്ന് ബ്രൈറ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടാനൊക്കെ മാറ്റി പിഗ്മെൻറ്റേഷൻ കുറച്ച് ഗ്രാജുവലി പിഗ്മെൻറ്റേഷന് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് റൈസ് വാട്ടർ, അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. അത് നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ 5 to 10 minutes നന്നായിട്ട് മസാജ് കൊടുത്ത് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റൈസ് തന്നെയാണ് വരുന്നത്. ബാസ്മതി റൈസ് നല്ലപോലെ സോക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ബാസ്മതി റൈസ് സോക്ക് ചെയ്ത് നന്നായി വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ വാട്ടർ നമുക്ക് ടോണറായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും വളരെ സൂപ്പർബായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. പ്ലസ് നമുക്ക് ഇത് ഒരു പാക്കായിട്ട് ഇടാം. നമുക്ക് ആ റൈസ് നല്ലപോലെ സോക്ക് ചെയ്തിട്ട് കുറച്ച് പാല് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അത് നമുക്കൊരു പാക്കായിട്ട് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ കഞ്ഞിവെള്ളം ഇട്ട് നന്നായിട്ട് ഫേസ് ഒരു 5 to 10 minutes എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്, ഈ ഒരു രീതിയിൽ വേണം ചെയ്യാനായിട്ട് കേട്ടോ. നമ്മളുടെ ഈ ലിപ്പിൻ്റെ ചുറ്റുമൊക്കെ നമുക്കൊരു പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കഞ്ഞിവെള്ളം ആയതുകൊണ്ട് വലിയ എന്തെങ്കിലും മോശമാണോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമുക്കിതൊരു കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു സ്റ്റാർച്ചാണല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ സ്കിന്നിൻ്റെ ആ ഒരു റിങ്കിൾസിനെ കുറയ്ക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഒരു 5 to 5 minutes നന്നായിട്ട് ആദ്യം പാക്ക് പോലെ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കളയാണ് വേണ്ടത്. അപ്പോൾ ശരിക്കും ആ ഒരു നമുക്ക് നല്ലപോലെ റിങ്കിൾസൊക്കെ ഉള്ളവർക്ക്, ഫൈൻ ലൈൻസ് ഉള്ളതൊക്കെ മാക്സിമം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ ഈ പാലും റൈസും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് പാക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സൂപ്പർബായിരിക്കും. അതൊരു 10 to 15 minutes അല്ലെങ്കിൽ 20 minutes നമുക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 minute വരെ വെക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 20 minute മാത്രമായിട്ട് നമുക്കത് ചുരുക്കാം. അത് എപ്പോഴും ഒരു 20 minute എന്ന് പറഞ്ഞാൽ ഒരു 20 minute നമുക്ക് പാക്കായിട്ട് വെച്ചിട്ട് അതിനുശേഷം നല്ലപോലെ റബ്ബ് ചെയ്യണം കേട്ടോ. ഈ റൈസിനകത്ത് നമ്മളൊരു സ്ക്രബ് പോലെയാണ് ശരിക്കും നമ്മുടെ ഫേസിനെ നല്ലപോലെ ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നല്ലപോലെ മസാജ് കൊടുത്ത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സൂപ്പർബായിരിക്കും. അത് നമ്മൾ വീക്ക്ലി വൺസ് 2 വേണമെങ്കിലും എടുക്കാൻ, നോ പ്രോബ്ലം. ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യാം. നമുക്ക് ആ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും റിങ്കിൾസ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബ്രൈറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ പറഞ്ഞില്ല പെട്ടെന്ന് ബ്രൈറ്റ് ആവണം മാം, അപ്പോൾ അതിന് നമുക്ക് ഈ ഷോപ്പിലൊക്കെ ഓൺലൈനിലൊക്കെ കാണുന്ന ഈ ക്രീംസും കാര്യങ്ങളൊന്നും മേടിച്ച് യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ള സംഭവം പേടിക്കേണ്ട ആവശ്യമില്ല. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല.
ഇല്ലാത്ത ഇതുപോലെയുള്ള പാക്കുകൾ, ഹോം മെയ്ഡായിട്ടുള്ള പാക്കുകൾ നമുക്ക് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വ്യത്യാസവും കാണാം, പേടിക്കേണ്ട ആവശ്യമില്ല, റിസൾട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും എന്ത് പാക്ക് ഇട്ടാലും ഒരു 1-2 ദിവസം കഴിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര റിസൾട്ട് വേണമെന്ന് പ്രതീക്ഷിക്കരുത്. ചെയ്തു വരിക, തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ ഒരു പാക്ക് ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. കാരണം ഞാൻ എപ്പോഴും കുറച്ചും കൂടെ ഈസി മെത്തേഡാണ് നോക്കിയിട്ട് പറഞ്ഞു തരുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് പറയുമ്പോൾ മിക്ക ആൾക്കാർക്ക് മടിയാണ്, ചെയ്യത്തില്ല. കാരണം ഇനി ഇത് ഇത്രയും സാധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്യണോ എന്നുള്ള മടി ഭയങ്കരമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുറച്ച് ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ടുള്ള പാക്കുകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്, അതുപോലെ തന്നെ ഈ റൈസ് വാട്ടർ, നമ്മൾ ഈ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ വാട്ടർ ഉണ്ടല്ലോ, അതും നമുക്ക് നല്ലതാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ടോണറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്കിതുപോലെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് ഫേസിൽ വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ആ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും. നമുക്ക് ഇത് ചെയ്ത് വന്ന ഒരു ഗ്ലാസ് ലുക്ക് എന്നുള്ളത്, അതായത് നല്ല ഗ്ലോ കിട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗ്ലാസ് ഫിനിഷിങ് വരുന്നത്. ആ ഒരു രീതിയിലേക്ക് പതുക്കെ നമ്മളുടെ സ്കിൻ ടെക്സ്ചറിനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ പാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ടെന്നുള്ളത്. കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ ചാനൽ കാണുന്ന ഓരോരുത്തർക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടാണ് വീഡിയോ ചെയ്തത്. കാരണം ഹെൽപ്പ് ആവണം, റെഡി ആവണം, എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അതൊക്കെ ശരിയാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.